ഹലോ ഗൈസ്, അപ്പം എന്നെ കാണണ്ടാ നോക്കിയാ സെറ്റ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പൊറോട്ട, ബീഫ്, പനീർ. അപ്പം പള്ളിയിലൊക്കെ പോയി ക്ഷീണിച്ച് വന്നപ്പോൾ വേറെ ഒന്നുമില്ല കഴിക്കാൻ. ഇതാണ് ഇപ്പോൾ കണ്ടത് കഴിക്കാൻ. അപ്പോൾ ഇതങ്ങോട്ട് ചൂടാക്കിയിട്ട് ഒരു 5-8 പൊറോട്ട ഒക്കെ വാങ്ങി നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കാം. അപ്പോൾ അതൊന്നും നിങ്ങൾ കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫ്, അടിപൊളി ബീഫ് പിന്നെ പനീറിലിങ്ങനെ ഇട്ട് ചൂടാക്കി ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കുന്നത് അത് ടേസ്റ്റ് ഇട്ടാണ്ട്. അതാണ് സാധനം. അപ്പോൾ ഇത് തീർത്തിട്ട് വരാം കുറച്ച് കഴിഞ്ഞിട്ട്. നാളെന്താ സ്പെഷ്യൽ? സാലറി ഇല്ല. സാലറി ഇല്ലേ? എത്തുള്ളൂ. നമുക്കൊരു പൊടി പൊളിക്കാം. മറ്റന്നാൾ നമുക്ക് എന്തായാലും ഒരു പൊടി പൊളിക്കാം. എങ്ങനെയല്ല നമ്മൾ ഗ്രാൻഡാണ്. നമ്മൾ ഗ്രാൻഡ് ഇട്ടിട്ട് കളിയില്ല. ഒരു രക്ഷയില്ല. അടിപൊളി നല്ല ഫുഡാ, നല്ല രസമുണ്ട്. പ്രവാസികളായ ആൾക്കാർക്കെല്ലാം ഇതറിയാലോ എങ്ങനെയാണ് നമ്മൾ ജീവിച്ച് പോകണമെന്നുള്ളത്. അപ്പം ജസ്റ്റ് കിട്ടുന്നുള്ളൂ. ഒന്നും ആരും കണ്ട് നാളെ രാവിലെ 50,000 അയച്ചിട്ടുണ്ടാ അറിയട്ടോ. എല്ലാവരും കാണാം. ഞമ്മളോട് പൈസ ചോദിക്കണം. എന്തിനാണ് ഇങ്ങനെ പൈസ ചോദിക്കണല്ലേ? കിട്ടുന്ന പൈസ മിച്ചം വെച്ചിട്ടാണ് എന്തെങ്കിലും മേടിച്ച് കഴിക്കും. നമ്മളെല്ലാം അങ്ങനെ നാട്ടിൽ കഴിച്ചു നമ്മുടെ അടിച്ചു പോയി. പക്ഷെ നമ്മൾ അടിച്ചുപൊളിയാണ്. ഇത് മനസ്സിലാക്കണം. അടിച്ചുപൊളിക്ക് പോരായില്ല മാത്രല്ല. നമ്മള് വൈബിന് വൈബാണ്. നമ്മള് ദാരിദ്ര്യം പറയണ്ട. നമ്മള് റിച്ചാണ്. സീക്രട്ട് ഉണ്ട്. എന്ത് സീക്രട്ട്? അത് പറയത്തില്ല. സീക്രട്ട് ആയിട്ട് മാത്രം പറയാൻ പാടില്ല. അത് പറയരുത്. നമ്മളെന്തായാലും ഇങ്ങനെ ഇടുമ്പോൾ എല്ലാവരും അറിയണ്ടേ? മോശമല്ലേ? ആ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് പനീരിൽ ഇങ്ങനെ മുക്കിയിട്ട് സ്നേഹം എന്താ സ്നേഹം? അത്ര ചപ്പാത്തി തീറ്റിച്ചതാണ്. എനിക്കാണ് ചപ്പാത്തി. ഈ ചപ്പാത്തി തീറ്റിക്കാനാണ് നമ്മളറിയാണ്ട് നമ്മളെ ചപ്പാത്തി തീറ്റിച്ച്. സീക്രട്ട് ഒരു ബിസിനസ്മാന് എങ്ങനെ ഒരു സാധനം എടുപ്പിക്കാന്നുള്ളത് എനിക്ക് നന്നാക്കി അറിയാം. അറിയാം, നല്ലോണം അറിയാം. 2-3 കൊല്ലം കഴിഞ്ഞിട്ട് എല്ലൂലൊക്കെ വിട്ടിട്ട് നമുക്കത് നമ്മൾ അസർപ്പിന്റെ ബിസിനസ്. അസർപ്പിന്റെ ഏത് ബിസിനസ് പറഞ്ഞു കൊടുക്കുമ്പോ? അസർപ്പിന് ഒരുപാട് ബിസിനസ് ഉണ്ട്. അസർപ്പിനായിട്ട് തീരുമാനിച്ച പ്ലാൻ ഇട്ടുന്ന പല ബിസിനസ്സും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ മാനേജർ ഞാൻ, മാനേജർ ചെയർമാൻ ചെയ്യും. ചെയർമാൻ ഞാനോ? ആരും കിട്ടില്ല ചെയർമാനൊക്കെ. ഞാൻ എടുത്തെല്ലാം കൂടി എടുത്ത് പോകട്ടെ. ഞാൻ വെറും സ്റ്റാർ. എന്നൊക്കെ ആഗ്രഹം നടക്കൂല. ഗൈസ്, ഇത് സെലീക്ക്, നമ്മുടെ ഡോണാണ് നമ്മളെ വലിയ ആള്. വൈകി പോരട്ടെ. നേപ്പാളികൾക്കിടയില് എന്ത് ഡോണാപ്പി, ഇത് പാതാപ്പി, സെല്ലുബായ്. നേപ്പാളികൾക്കിടയിൽ പ്രത്യേക സ്ഥാനമുള്ള സെല്ലുബായ്. ഒരു രക്ഷയില്ല. സെല്ലുബായ് എന്നാണ് കേട്ട ആൾക്കാർ ഇങ്ങനെ. മലയാളികൾക്കിടയിൽ എരപ്പാളി. സെല്ലുബായ് വന്ന് പെട്ടെന്ന് സ്പീഡിൽ പണിയെടുക്കുന്നതുകൊണ്ട് നേപ്പാളികൾക്ക് നൽകിയ പേരാണ് സെല്ലുബായ്. വെരി നൈസ്. ഒരു കാലം നമ്മൾ റിച്ച് ആവും അല്ലേ? നോക്കിക്കോ, എഴുതി വെച്ചോ. ഒരു 5 വർഷം 5 വർഷത്തിനിടയിൽ നമ്മളാരും ചത്തുമായിരുന്നു. 5 വർഷം നമ്മൾ വലുതായിട്ട് ഇങ്ങനെ വരുമ്പോൾ
അല്ലെങ്കിൽ ഞാൻ ഒന്നല്ലെങ്കിൽ ഞാൻ ലുലു വാങ്ങും. ഒന്നല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് നിങ്ങൾ കുറിച്ച് വെച്ചോട്ടോ ഗ്യാസ്, കുറിച്ച് വെച്ചോ. ശരിയാക്കി ലുലു വാങ്ങുന്ന പറയുന്നത്. വാങ്ങിയിട്ട് കാണാം. അല്ലെങ്കിൽ നാട്ടില് നമ്മളതായിട്ടുള്ള ബിസിനസ് ഒന്നും നോക്കണ്ട. അങ്ങനെ പറഞ്ഞാലോ ഓക്കെ. പാതാപ്പി പെണ്ണും കുട്ടികളൊക്കെ കഴിഞ്ഞ വരും. മിസ്റ്റർ സെല്ലോ അതിനിടെ ഓരോ കല്യാണം കൂടി കഴിപ്പിച്ചു. ഏതാറണ്ട ഒരു 1.25 വർഷം എന്റെ കല്യാണം. ഉപ്പ് നാട്ടിൽ പോയാ അവന്റെ എൻഗേജ്മെന്റ് അതെങ്ങനെയാലും ഉണ്ടാവില്ല. പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ അല്ല അന്ന കല്യാണം ഇമ്മ കാണണത് കാണട്ടെ. എന്താ വെച്ചാല് ഓനക്ക് എന്താ പക്വത ആയിട്ടില്ല. അപ്പൊ അതാണ് സംഭവം. പൈസ ഒക്കെ ഉണ്ടാക്കണ്ടേ സംഭവല്ല, അറിവതായിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളെ കൂട്ടത്തിലുള്ള കാരണന്മാരൊക്കെ ആദ്യം കെട്ടട്ടെ, എന്നിട്ട് നമുക്ക് ഒരു പൊടി നോക്കാം. കാരണന്മാരെന്ന് പറയുമ്പോ ആരാ ഉള്ളത്? നിങ്ങളൊക്കെ തന്നെയല്ലേ കാരണന്മാര്. ആസിക്ക് ഏത് ബ്രെഡ്, ആസിക്ക് ഏത് ബ്രെഡ്, പൊറാട്ട, അസർപ്പ്. അസർപ്പ് പെണ്ണിട്ടീന് ഒരു കുട്ടിയായി. ഡോൺ ഉപ്പു, മറ്റേ വ്ളോഗർ ഫാദാപ്പി, പിന്നെ ആര് കർണാടക ആഷിക്ക്. ഇതൊന്ന് ആലോചിക്കാം. അവനൊക്കെ എപ്പോഴും ഒലിപ്പിച്ചെടുക്ക അല്ല നടക്കോ? കർണാടക ആശിക്ക് ഒലിപ്പിക്കല്ല, മറ്റേ ആശിക്കില്ല പറയാ സംഭവിക്കൂ. ബ്രെഡ് ആഷിക്കല്ലേ ഞാൻ പറഞ്ഞ ആദ്യം ബ്രെഡ് ആഷിക്കിന് നടത്തണം. എന്തായാലും നടക്കണം. നമുക്ക് ശരിയാക്കാണ് കുറച്ചും കൂടി. ആരും അറിയാതെ അതിന് എന്നെ ഏൽപ്പിച്ചു ഞാൻ. കുഴപ്പത്തിന് ഉള്ളിക്കട കയറ്റാം നമുക്ക്. ഇത് ഓനെ പെണ്ണടുപ്പിച്ച ഓനൊന്ന് ശരിയാവും നോക്കണം. കുടുംബത്തിൽ ആരുണ്ടോ? എന്റെ കൂട്ടത്തിൽ ഇന്ന ആരും ബ്രോക്കർ ആക്കണ്ടില്ല. ആരുടെ കുടുംബത്തിൽ ആരുണ്ടോ? എന്റെ കുടുംബത്തേക്ക് ഒരാളെ അടിച്ചു കിട്ടും. അത് എനിക്ക് മാത്രം സ്വാതന്ത്ര്യം. അത് ഭയങ്കര തെറ്റ് കാര്യമാണ്. കുടുംബത്തിൽ നിന്ന് ഒരിക്കലും കെട്ടരുത്. എന്താന്ന് വെച്ചാൽ എനിക്ക് ഇവരെ കുറിച്ച് നന്നായിട്ട് അറിയില്ല. ഈ വരുന്നതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ മാത്രമേ അറിയുള്ളൂ. ഇതാകുമ്പോ ഇവനെ കുറിച്ച് എനിക്ക് എത്രത്തോളം ഇപ്പം പോകുന്നു എനിക്കറിയാം. കെട്ടിച്ചെടുക്കണല്ലേ പൈസ ചെലവ് കൂടുതലാ. എന്നാലും നല്ലൊരു ഫ്രണ്ട് അല്ലേ എന്റെ. എനിക്ക് അതല്ലേ ഏറ്റവും സുഖം. റൂംമേറ്റ് അവന്റെ വീട്ടിലാണ് ഇപ്പൊ എന്തെങ്കിലും പറയുള്ളത് ഒന്നും പറയില്ല. ഇതിനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയും ചെയ്യാം. അറിയണോണ്ടാണോ അവൻ അങ്ങനെ നടക്കുന്നല്ല. ഓപ്പെടുന്നേ അവൻ ആ സങ്കടം ആലോചിച്ചിട്ടാ ഞാന് അന്നെ കൊണ്ട് പറ്റും. ഇജ്ജ് ഓനെ ശരിയാക്കി എടുത്താൽ അന്നെ കൊണ്ടെല്ലാം പറ്റും. ഇജ്ജ് ഭാവിയിൽ ഓന്റെ അളിയനാവാനുള്ളതാ. ഭാവിയിൽ സെല്ലുബായ് എന്ന് പറഞ്ഞാല് ആരാണ്? ഒരു കേരളത്തിലെ നമ്പർ 1 ബിസിനസ്മാൻ. അയാൾ അളിയാനാണെങ്കിൽ അമീൻ എന്ന് പറഞ്ഞാല് നമ്മക്കൊരു വില. നമ്മക്കൊരു വിലാണ്. ഞാൻ ബ്രെഡ് ആസിക്കാൻ ഉദ്ദേശിച്ചത് അമീനെ കൊണ്ട് ഇജ്ജ് അമീനെ റെഡിയാക്കണം. നമ്മളെ ആസിക്കല്ലേ ഫസ്റ്റ് അമീനെ കെട്ടിക്കണം, എന്നിട്ട് അളിയനെ കെട്ടിക്കാൻ പറ്റുള്ളൂ. അളിയന് ഇത് മുട്ടി നിക്കടാ. ആഷിക്ക് സെറ്റാണ്. അമീൻ കൊടുത്താണ്. ആ അമീന്റെ അളിയൻ ആഷിക്ക് അങ്ങനെ വരുന്നേ. ആഷിക്ക് ഓൾറെഡി പെണ്ണുണ്ട്, അമീന് പെണ്ണില്ല. അമീൻ തന്റെ ഫാമിലിയിൽ ആരെങ്കിലും ഒരാളെ കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞു. ആ പെണ്ണ് പോരല്ലോ, ഇനിയും വേണല്ലോ. ഏതൊന്ന് മെച്ചുള്ള നോക്കണല്ലോ. അങ്ങനെ പറഞ്ഞു പെണ്ണുങ്ങൾ വരട്ടെ, ഒരുപാട് വരട്ടെ. പെണ്ണിട്ടണ വിഷയം മാറ്റി ശരിയാവില്ലത്. ആലോചിച്ച് സങ്കടം. വേറെ കാര്യം എല്ലാ നായ്ക്കളും പോയി കിട്ടും. എന്താണ് ചെയ്യ? ഒരു സങ്കടമില്ല. പൈസ ഉണ്ടോ? കെട്ടാ അത്ര പൈസ ഇല്ലാത്തവനെ ഇങ്ങനെ ഇരിക്കും. പൊറോട്ട നമ്മളെ പൈസ ഉണ്ടോ? പാർട്സ് വാങ്ങാൻ പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ? പിന്നെ എന്തിനാ പെണ്ണിട്ടണേ? ചിക്കൻ മേടിക്കാൻ കാശില്ല, അതുകൊണ്ടാണ് പാർട്സ് മേടിക്കണേ. ആ സംഭവം കിട്ടാനടാ. നമ്മള് മറ്റേ തട്ടുകടയില് മറ്റേ അവിടെ പോയല്ലേ, അത് കിട്ടാം. കൊറേ പണിയുണ്ടാവും. എഡിറ്റിങ് ഭയങ്കര മുഷ്കലായിരിക്കും. ഇത് നേരെ പോസ്റ്റാണ്, ഒന്നും ചെയ്യാനില്ല. എഡിറ്റിംഗ് ഒന്നും ഇല്ല, നേരെ ഇട്ടാ കിട്ടും. കട്ട് ചെയ്യാനും കുട്ട് ചെയ്യാനൊന്നും ഇല്ല. അങ്ങനെ ഇട്ടാ ഓൺ വോയിസ് നമ്മളങ്ങനെയാണ്.
അല്ലേ ഗൈസ്? അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇന്നത്തെ ഏകദേശം കഴിഞ്ഞു. 8 മിനിറ്റ് ചട്ടിയൊക്കെ വഴിഞ്ഞ് ബീഫൊക്കെ തീർന്നു. ലാസ്റ്റ് ശരിക്ക് നമ്മളെ കൊണ്ട് ചപ്പാത്തി വരെ തിരിച്ച് ഒരൊറ്റ പൊറോട്ട ഉണ്ട്. ലാസ്റ്റ് ഒറ്റ പൊറാട്ട. അതോ എന്തോ ഡയറ്റോ 61 കിലോ ഉണ്ട്. ഇനിയാവും കുറക്കണം. സെറ്റ്. ജനുവരിയിലെ ഒരു പരിപാടി ഉണ്ടല്ലോ, ചപ്പാത്തി പൊറോട്ട എന്നാ മടുക്കുന്ന പറഞ്ഞിട്ട് 3 പൊറോട്ട വന്നെ തിന്നു. പോരായിട്ട് ഒരു പാക്കറ്റ് ചപ്പാത്തി 5-6 രൂപ. ബാക്കി 2 പൊറോട്ട തിന്ന. നമ്മള് ഡേറ്റിംഗ് അല്ല, അവനാണ് ഡേറ്റിംഗ്. ഞാൻ ആകെ എന്റെ എത്ര പൊറോട്ട മേടിച്ച്? ഇതിൽ 5 ചപ്പാത്തി ഉണ്ടാവും. അവിടെ ഉണ്ടോ? അതില് 2 ഞങ്ങളെ തിരിച്ച് ഇത് ചുറ്റി മറ്റേ 2 നമ്മൾ തിരിച്ചില്ല. 2 ചെറിയ പീസ്. ഒന്ന് എനിക്ക് 2 പീസ്, വെറും 2 പീസ്. തിന്നല്ലേ എന്റെ സങ്കടം മനസ്സിലാവുള്ളൂ. അപ്പൊ ഗൈസ്, അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.